നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യമാണ് ഇപ്പോൾ UDF പുറത്തെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീകളെ മുൻനിർത്തി വോട്ടെണ്ണിയവർ ഇന്ന് അധികാരം കിട്ടിയപ്പോൾ അതേ സ്ത്രീകളെ പരിഹസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KSRTC സൗജന്യ യാത്രയെക്കുറിച്ച് മന്ത്രി CP ജോൺ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശവും അതിനെ മൂടിവെക്കാൻ നോക്കുന്ന VD സതീശന്റെ മൗനവും കേരളത്തിലെ അമ്മമാരോടുള്ള വെല്ലുവിളിയാണ്. വോട്ടുകാലത്ത് പ്രകടന പത്രികയുമായി വന്ന് കണ്ണീരൊഴുക്കിയ സതീശന്മാർ ഇന്ന് എവിടെയാണ്? പ്രിയദർശിനി പദ്ധതിയൊന്നൊക്കെ പറഞ്ഞ് തള്ളിക്കയറിയപ്പോൾ സ്ത്രീകൾ സൗജന്യമായി ബസ്സിൽ കയറുന്നത് സർക്കാരിന്റെ ബാധ്യതയാണെന്ന മട്ടിലാണ് ഇപ്പോൾ അവരുടെ ഭരണം. പാവപ്പെട്ട സ്ത്രീകളുടെ യാത്രയെ സൗജന്യഭാരം എന്ന് കരുതുന്ന UDF സംസ്കാരത്തിന്റെ തനി പകർപ്പാണ് മന്ത്രി CP ജോൺ. സ്വന്തം മന്ത്രിമാർ സ്ത്രീകളെ പരസ്യമായി അപമാനിച്ചിട്ടും അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകാത്ത VD സതീശൻ ഇതിന് ഉത്തരവാദിയാണ്. മന്ത്രി CP ജോൺ വമിച്ച ആ വിഷം നിറഞ്ഞ വാക്കുകൾ കേരളത്തിലെ ഒരു അമ്മമാരും പെങ്ങന്മാരും മറക്കില്ല. സാധാരണക്കാരായ സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത് സൗജന്യമായതുകൊണ്ട് മാത്രമാണെന്നും അതേസമയം അവർ സ്വന്തം കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണെന്നുമാണ് ഈ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. കുടുംബ ബജറ്റ് എങ്ങനെ ഒപ്പിച്ചു കൊണ്ടുപോകുന്നു എന്ന് പോലും അറിയാത്ത, ജനങ്ങളുടെ യഥാർത്ഥ ജീവിതം കാണാത്ത ഒരു കൊട്ടാരം രാഷ്ട്രീയക്കാരന്റെ പുച്ഛമാണ് ഇവിടെ പ്രകടമാകുന്നത്. പാവപ്പെട്ടവന്റെ ജീവിത ചെലവിനെ പരിഹസിക്കാൻ ഇവർക്ക് എന്താണ് ഇത്രയധികം അഹങ്കാരം? അധികാരം കിട്ടുന്നതിന് മുമ്പ് ഒരു മുഖവും കിട്ടിയതിനു ശേഷം മറ്റൊരു മുഖവുമാണ് UDFന്റേത്. സതീശനും സംഘവും നയിക്കുന്ന മുന്നണി ഇന്ന് ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ഇവർ പാവപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കുന്ന ചെറിയൊരു ആനുകൂല്യത്തെ കണ്ട് അസൂയപ്പെടുകയാണ്. സ്ത്രീകളെ അപമാനിച്ച CP ജോണിനെ മന്ത്രിസഭയിൽ വെച്ചു വാഴ്ത്തുന്ന സതീശന്റെയും UDFന്റെയും ഈ നിലപാട് കേരളീയ സമൂഹം തിരിച്ചറിയുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. സ്ത്രീകളെ അപമാനിച്ച CP ജോണും അതിനെ ന്യായീകരിക്കുന്ന സതീശനും ഓർക്കുക, ഇത് കേരളമാണ്. ഇവിടെയുള്ള സ്ത്രീകൾ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്നവരല്ല, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അറിയാവുന്നവരാണ്. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി ജനങ്ങളെ പുച്ഛിച്ചു തള്ളിയാൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടി കേരളം ബാലറ്റിലൂടെ നൽകും. ഇന്ന് കേരളത്തിലെ റോഡുകളിൽ KSRTC ബസ്സിന് കാത്തു നിൽക്കുന്ന ഓരോ സ്ത്രീയുടെയും കണ്ണുകളിൽ കാണുന്നത് ഈ സർക്കാരിന്റെ വഞ്ചനയാണ്. സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത് വോട്ട് തട്ടിയെടുത്ത ശേഷം ഇപ്പോൾ സൗജന്യഭാരം എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കാൻ നോക്കുന്നത് എന്ത് ക്രൂരതയാണ്! സ്വന്തം ദൂർത്തിനും ആഡംബര യാത്രകൾക്കും കോടികൾ ദൂർത്തടിക്കുന്നവർ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ചെറിയ ആനുകൂല്യത്തിൽ പോലും കണ്ണുവെക്കുന്ന അവസ്ഥ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്ന VD സതീശൻ ഇപ്പോൾ എവിടെ ഒളിച്ചിരിക്കുകയാണ്? സ്വന്തം മന്ത്രി സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിച്ചിട്ടും ഒരു വാക്കുകൊണ്ടുപോലും അതിനെ അപലപിക്കാൻ തയ്യാറാകാത്ത സതീശന്റെ മൗനം ഈ താളത്തിനൊത്ത് തുള്ളുന്നതാണ്. തെറ്റ് ചെയ്യുന്നവനെ സംരക്ഷിക്കുന്ന ഇരട്ടത്താപ്പാണ് UDFന്റെ മുഖമുദ്രയെന്ന് ഇതിലും വലിയ തെളിവ് വേണോ? അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്ന ഈ അഹങ്കാരം കേരളം ഒരു കാലത്തും പൊറുക്കില്ല. മന്ത്രിമാരുടെ ഈ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വെറുമൊരു നാക്കുപിഴയല്ല, മറിച്ച് ഇവരുടെ ഉള്ളിലിരിപ്പും സ്ത്രീകളോടുള്ള പുച്ഛവുമാണ് പുറത്തു വരുന്നത്. സാധാരണക്കാരുടെ വിയർപ്പിൽ നിന്ന് പണമുണ്ടാക്കി ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നവർ അതേ സാധാരണക്കാരെ പുച്ഛിച്ചു തള്ളുമ്പോൾ ജനം കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതുകയും ചെയ്യരുത്. സ്ത്രീകളും ജനങ്ങളും പരസ്പരം ചോദിക്കുന്നു, ഇന്ദിരാ ഗ്യാരണ്ടി ഇപ്പോൾ ഇന്ദിരാ ഗണ്ഡിയായി മാറിയോ എന്ന്. എല്ലാവർക്കും നന്മകൾ നേരുന്നു.